അപ്പോൾ ഇത് നല്ല ഫ്രഷ് മിൻ്റാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ പുതിനയില എന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ തണ്ട് ഞാനിവിടെ കുഴിച്ച് വെച്ചതാണ് ഈ കിളിച്ച് നിൽക്കുന്നത് കേട്ടോ. ഇതിപ്പം പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും മെയിനായിട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് കോഴിവളം ഇട്ട് മണ്ണ് നല്ലപോലെ ഇളക്കിയിട്ട് അതിലേക്ക് ഞാൻ കുത്തി വെച്ചതാണ് കേട്ടോ. ഏകദേശം ഇപ്പം ഒരാഴ്ച ആവുന്നേ ഉള്ളൂ ഇത് നട്ടതിന് ശേഷം. നല്ല രീതിയിലാണ് ഇപ്പം ഇലകൾ കിളിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഒരു 5-6 കമ്പ് ഇതേണൊക്കെ ഞാൻ ഇങ്ങനെ കുത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെ എല്ലാം കുറേശ്ശെ കിളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ കുറച്ച് കോഴിവളവും മണ്ണും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇതിനൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് മിൻറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഇല കൂടിയാണിത്. നമ്മുടെ രാവിലെ കട്ടൻ ചായയിലും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ട് ലെമൺ മിൻ്റൊക്കെ വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പുതിനയില നമുക്ക് ഉപയോഗിക്കാം. വിഷരഹിതമായിട്ടുള്ള നല്ല പുതിനയില വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു മാർഗ്ഗം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ഒരു വളവും വേണ്ട, ജസ്റ്റ് കോഴിവളമോ അല്ലെങ്കിൽ ചാണകവളമോ ഇട്ടിട്ട് മണ്ണ് നല്ലപോലെ ഇളക്കിയിട്ട് അതിന് നട്ട് കൊടുക്കുക. കൃത്യമായ സമയങ്ങളിൽ രാവിലെയും വൈകുന്നേരം നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഫ്രഷ് മിൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഗ്രോത്ത് ടൈമാണ്. വരുന്ന ദിവസങ്ങളിൽ നല്ല രീതിയിൽ വളർന്നു വരും.